അനുവിന്റെ കാര്യം പിന്നെയും പ്രശ്നമായല്ലോ. ഹലോ ഡോക്ടർ, വരൂ. ഇന്നലെയാ വന്നത്. ഒരാഴ്ച ഇവിടെ കാണും. സിംഗപ്പൂരിലെ ബിസിനസ് പ്രോബ്ലംസ് കാരണ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയാത്തത്. ഇനിയിപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം പോകാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് രഘുനന്ദനെ കാണുന്നുണ്ടായിരുന്നു. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് രഘുനന്ദൻ മടങ്ങി വന്നിരിക്കുന്നത്. ഇങ്ങനെ ചില റെയർ കേസുകളിൽ മാത്രമേ ഇത്തരം ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാറുള്ളൂ. ഡോക്ടറുടെ ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥത മറക്കാനാവില്ല. പഴയ സ്ഥിതിയിലേക്ക് നന്ദൻ മടങ്ങി വരാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. 2 ദിവസം മുമ്പാണ് രഘുനന്ദൻ ചെറുതായി സംസാരിച്ചു തുടങ്ങിയത്. ഇനി നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിലാ ഞാൻ ഓടി വന്നത്. വരൂ ഡോക്ടർ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. താൻ പുറത്തേക്ക്, വിളിക്കാം. ശരി മാഡം. കാലം നനയ്ക്കേ. രണ്ടു കാലും. തനിയെ എഴുന്നേൽക്കാമോ? ശ്രമിക്കാം. എന്നാൽ എഴുന്നേൽക്ക്. നോ, രഘുനന്ദൻ തനിയെ എഴുന്നേൽക്കട്ടെ. ഇനി നടക്ക്. ഗുഡ്. ഇപ്പോൾ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇനി ഇതിന്റെ സഹായത്തോടെ നടന്ന് ശീലിക്കണം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. രഘുനന്ദന് സ്പീച്ചിങ് തെറാപ്പി വേണ്ടിവരുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഇപ്പോ അതിന്റെ ആവശ്യമില്ല. നന്ദൻ ഈ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ഡോക്ടറുടെ നിരന്തരമായ ഇടപെടൽ കൊണ്ട് നന്ദൻ ഇത്രയെങ്കിലും റിക്കവർ ആവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ചിലരുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്, ചില മിറക്കിൾ സംഭവിക്കും. രഘുനന്ദൻ, നിങ്ങളുടെ ഭാര്യ ഭാഗ്യവതിയാണ്. ഇവരുടെ ഭാഗ്യം നിങ്ങളെ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. അല്ല, നിങ്ങൾക്കെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? അത് എനിക്ക് പഴയതെല്ലാം ഓർത്തു നോക്ക്, ചിലപ്പോ കിട്ടിയേക്കും. എന്താ, ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇല്ല, നല്ല ഓർമ്മ വരുന്നില്ല. രഘുനന്ദന് ഒരു മെന്റൽ ചേഞ്ച് വളരെ അത്യാവശ്യമാണ്. ഫിസിക്കലി കുറച്ച് ബെറ്റർ ആകാനും ഉണ്ടല്ലോ. അല്ല, ഊർമിള നാട്ടിൽ ഒരാഴ്ച ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്? ഒരാഴ്ച എന്തായാലും ഇവിടെ ഉണ്ടാകും. അത്യാവശ്യം ഉണ്ടെങ്കിൽ 3-4 ദിവസത്തേക്കും കൂടി തിരികെ പോകുന്ന കാര്യം എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സാമീപ്യവും സഹകരണവും ഉണ്ടാവണം. രഘുനന്ദന് മെന്റലി ഫിസിക്കലി ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടതെല്ലാം ചെയ്യാം ഡോക്ടർ. ഇനി ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം തുടർന്നും ചെയ്യുക. വേറൊന്നും പറയാനില്ല. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ശരി. അന്നിവിടെ എന്താ നടന്നതെന്ന് നന്ദന് ഓർമ്മ കിട്ടുന്നതേ ഇല്ലേ? ഇല്ല, ഓർമ്മ കിട്ടുന്നില്ല. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അല്ല, അനുവിന് അറിയായിരിക്കല്ലോ, അവളൊന്നും പറഞ്ഞില്ലേ? അവള് വ്യക്തമായി ഒന്നും പറഞ്ഞില്ല. നന്ദൻ വീണ് കിടക്കുന്നതാ അവളും കണ്ടത്. BP കയറി തലയിറങ്ങി വീണതായിട്ടാ മനസ്സിലായത്. അന്ന് അതാണോ സംഭവിച്ചത്? അറിയില്ല, ആയിരിക്കാം. എന്തായാലും നന്ദൻ വിശ്രമിക്കേ, ഞാനിപ്പോ വരാം.
എടി അനു, ഞാൻ തിരിച്ചു വരുന്നു. ഞാൻ ഒരിക്കലും എഴുന്നേക്കില്ല എന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. ഇനിയാണടി നിന്റെ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നത്.